ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ ആ എയർ ഫ്രൈയിൽ ഇന്ന് നമ്മൾ ഫിഷ് പൊരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പൊരിച്ച് നോക്കാമല്ലേ എങ്ങനെ ഉണ്ട് ടേസ്റ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫിഷൊക്കെ ഞാൻ മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇത് വാങ്ങിക്കഴിഞ്ഞ് പറഞ്ഞാൽ വളരെ സ്പെഷ്യലാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ബേക്കിംഗ്. അപ്പൊ നമുക്ക് ഇനി ആ സെറ്റിങ്സ് ഒക്കെ വാങ്ങിയിട്ട് ഇടക്ക് ടീ കേക്കോ കുറെ സംഭവങ്ങൾ ഇതിൽ ഉണ്ടാക്കാം അല്ലേ. എന്താണ് ചോളനാ, അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഇതിൽ ഉണ്ടാക്കാം. ചപ്പാത്തി ചൂടാക്കാം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഇതിൽ ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് എനിക്ക് ഉപകാരപ്പെട്ട പോലെ നിങ്ങൾക്കും എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നു വിചാരിച്ചിരിക്കുമ്പോ ഈ നോമ്പിന് ഇത് നല്ലൊരു ഓപ്ഷനാണ്. നോമ്പിന് അധികം നമ്മൾ ആ നേരെ പട്ടിണി കടന്നിട്ട് പിന്നെ നമ്മൾ നോമ്പെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് അധികം എണ്ണ മുഴിക്കുന്ന ഒരു സാധനങ്ങളായിരിക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ടോസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് പറഞ്ഞാൽ അങ്ങനത്തെ സാധനത്തിൽ ഇട്ടാല് പണി എളുപ്പമാണ്, എണ്ണയും കുറയും. അപ്പൊ എന്തായാലും ഇനി വളവളാന്നൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം, പോവാം. നമ്മൾ മീന് മസാല ആക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് മറ്റേ ബട്ടർ പേപ്പർ ഉണ്ട് പറഞ്ഞാൽ അത് അതിൽ വിരിച്ചിട്ട് അതിൽ മിക്സിങ് മസാല ആക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പം ഞാൻ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മുന്നേ മസാല ആക്കി വെച്ചതാണ്. ഇതിൽ എണ്ണയും സംഭവങ്ങളോ ഒന്നുമില്ല. എണ്ണ വരണം. ആദ്യം നമുക്ക് എണ്ണ ഇല്ലാതെ ആക്കിയിട്ട് ഇതിലെങ്ങനെ ടേസ്റ്റ് വരുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ടാണ് വേറെ എന്തായാലും ചിക്കനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും മറ്റേ ആ ബ്രഷ് കൊണ്ട് ഒന്ന് തടവി കൊടുക്കണം. ഇപ്പം നമുക്ക് എണ്ണയുടെ ഒരു ആവശ്യമല്ല. എണ്ണ അധികം യൂസ് ചെയ്യേണ്ടത് കൊണ്ടിട്ടാണ് ഇങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ എന്തായാലും മീനിനെ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാ. ടോസ്റ്റ് ഫ്രൈയാ കരിക്കല, ഇതിനെന്താ പേര്? ഈ സാധനം വാങ്ങിയിട്ടില്ലേ, വീട് കുടിയിരിക്കുന്ന സമയത്ത് ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വാങ്ങിയതാണ്. ഇതുവരെക്കും ഇതിനൊരു ഉപയോഗം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത് ആണിമ തൂങ്ങി കിടക്കുക. ഇപ്പൊ ഇതിന് ഉപയോഗമായി. ഇതാണ് ഒരു സാധനം വാങ്ങി വെച്ച് പറഞ്ഞാല് പിന്നീട് യൂസ് ചെയ്തേ മതി തടവണമെന്നുണ്ടല്ലത്. അപ്പൊ ഈ സാധനം എന്തിനാ? ചിക്കൻ്റെ അത് ഇതിൽ ടോസ്റ്റ് ചെയ്യാൻ എടുക്കല്ലേ. അതാ ഇവിടെ എഴുതി വെച്ചിരിക്കണല്ലോ, എണ്ണ അധികം യൂസ് ചെയ്യാണ്ട്. ഇന്നാണ് ഇതിനൊരു വിടിവ് കാലം വന്നിട്ടുള്ളത്. ഇത് നിനക്ക് ഞാൻ ചന്തത്തിന് ഈ ഹാങ്കറിന്റെ മേലെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ എന്നെ എണ്ണയിൽ ഇടാൻ വേണ്ടി പോവാണ് പറഞ്ഞിട്ട്. ഇതാണ് ബ്രഷ്, പെയിന്റ് അടിക്കുന്ന സ്മെല്ല. അപ്പൊ നമ്മൾ തുടങ്ങട്ടെ. ഇത് ഇന്നലെ നമ്മൾ ഓണാക്കിയിട്ട് കണ്ടിട്ടില്ലല്ലേ, നമ്മൾ ഓണായിട്ടൊക്കെ. ഇനി എന്നാ പണ്ണു, ഇത് ഓപ്പണിങ്ങും ഇതിനാണ് എനിക്ക് റിസ്ക് ഉള്ള പരിപാടി. ഇത് ഭയങ്കര തുറന്ന് കണ്ടുപിടിച്ച. അപ്പൊ ഇതാണ് നമ്മുടെ പാത്രം. ഇത് 4 ഇത് തോന്നടാവുന്നുണ്ട്. ഇവർക്ക് നമ്മൾ 4 വെക്കുന്നുണ്ട്. മീന് സംഭവം കഴുകി തുടച്ചു വന്നിട്ടുണ്ട്. ഇത് ആ പേപ്പർ ഉണ്ട് പറഞ്ഞാൽ ഇത് അതിൽ കൊണ്ട് ചൊരിയാൽ മതിയായിരുന്നു. ഇത് അളവ് പാത്തുക്കോ, എவ்வளோ പേര് സാധനമാണെന്ന് പേപ്പർ. ഇത് ചെറുതല്ല, ഇത് വലുത്. നോக்கலாம், ഇതെടുത്ത് ഇത് വലിയ സംഭവമാ. ഇത് വെക്ക് 4 ഇതല്ല, ഇത് കുറെ വെക്കാവുന്നുണ്ട്. ഇതില് ക്ലോസ് ആക്കാൻ നിൽക്കണം. അത് കണ്ണന്മാർ ഇതിൽ കുറെ വെക്കാവുന്നുണ്ടല്ലേ. ഒരു ചിക്കൻ്റെ തന്തൂരിക്ക് ഇടാനൊക്കെ ആണെങ്കിലേ 2 ലെഗ് അപ്പടിയെ അങ്ങനെ വെക്കാം. ഇനി നമ്മുടെ എണ്ണ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഇത് ബ്രഷിങ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്പ്രേ അതാ നല്ലത്. മസാല നമ്മുടെ കൈ കൂടെ വരില്ല. 2 സൈഡ് കുത്തിയേക്കണമാ ആണ്, ഒരു സൈഡ് மட்டும் വന്നാൽ മതി. അപ്പൊ നമുക്കിത് ഉള്ളിലേക്ക് ചോരുക. അപ്പൊ നമ്മൾ ഗൈസ് നമ്മുടെ മീനെ, നമ്മൾ ചത്ത മീനെ ഇന്നും കൊല്ലാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. ഒന്നെന്തിച്ചാ ഇതാണ് മട്ടാ, ഇതാണ് ഇതല്ലേ. ടെമ്പറേച്ചർ ஸ்டார்ட் இது கூட அதெல்லாம் தேவையில்லை. ஃபிஷ்க்கு தான இது வைக்குது. ஆமா ஸ்டார்ட் கூட ஸ்டார்ட் இதுதா அந்த அது ஒரு அழுத்து அவ்வளவுதான். ഈ ഫിഷ്ക്ക് തോന നേരം വേണമെന്നുണ്ട്. ഓക്കേ, 20 നിമിഷം കണക്ക് പോട്ടെ. ഇത് മണി അടിക്കുവോ? ഇല്ല, അത് താനെ ഓട്ടോമാറ്റിക് ഓഫ് ആവോ? അതേ சொல்லுமா. അതേ சொல்லுமா.
മറ്റേ ആവനും OTG എന്ന് പറഞ്ഞ സൗണ്ട് ഇടും, മണി അടിക്കും. ഇതെങ്ങനെയാണെന്ന് അറിയില്ല. 20 നിമിഷം കളിച്ച് പറഞ്ഞു. അപ്പോൾ ഗൈസ് ബൈ. 20 നിമിഷം കഴിഞ്ഞിട്ട് പിന്നെ വരാം. ബൈ. മീൻ ആ ഒരു ഇതിൻ്റെ ഉള്ളിലൊരു വാസം വരുന്നില്ല. അപ്പോൾ നമുക്ക് 20 മിനിറ്റാണ് ടൈം തന്നിട്ടുള്ളതിൽ. 13 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ വെയിറ്റ് ഇനി 3 കഴിഞ്ഞ 10 ആയില്ലേ? മീൻ കരിക്കുന്ന സ്മെല്ല് വരുത്. என்ன இப்படி விட்டு பார்த்துட்டு ஏதாவது தெரியுதா? என்ன தெரியுது? ஒன்றும் தெரியல. பாஸ் பண்ணிட்டு திருப்பி போறியா? இது 10 நிமிஷம் ஆகலையே. மொத்தம் 20 நிமிஷம் ஆகுது. அப்போ இன்னும் 2 மினிറ്റ് வரணும். இது எത്ര அர்ஜென்ட்? ஜிஞ்சர் பார்க்கணும். அப்படியே ஹீட் இருக்கா? அந்த அளவுக்கு இல்லை. ஆமாம், இந்த செம்ம சூடு. 200 டிகிரியில் சூடாகிட்டு இருக்கு. சூடு இல்லை மீனுக்கு மாத்திரம். அப்போ சிக்கனுக்கு எത്ര? இதெல்லாம் செட் பண்ணாங்கன்னா அந்த சீக்கிரம் ஆகிடும். വേഗം ആവേ. ഇതിപ്പോ കായില്ലാത്തൊരു ഇറച്ചിക്ക് നിൽക്കണ മാതിരി കുറെ നേരമായി നിൽക്കണം, മിനിറ്റിന് കണക്കിന് വേണ്ടിട്ട്. വേഗം 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 വേഗം. 10 நிமிஷம் ஆயிடுச்சு. ஒரு ஆள் தடுத்து லைட்டா இது 10 நிமிஷம் இருக்கு. ஓப்பன் பண்ணு. ഇനിയിപ്പോൾ ഈ ഓപ്പൺ മണ്ണിലാണ് റിസ്ക്. இதுதான் എനിക്ക് പഠിക്കണം. അപ്പോൾ നമ്മൾ തുറന്നിട്ടുണ്ട്. அந்த அடியில் வந்துருக்கும், திருப்பி போடணும். வெளியிலலாம் இல்லை, வெளியே ஃபுல்லாக വെച്ചിട്ടോ നല്ല ഗ്രില്ല് വാസം വരുന്നുണ്ടല്ലോ. ഇത് എണ്ണ ഇല്ലാത്തതിനാണ് ഗൈസ്. ഇതിങ്ങനെ നമുക്ക് എണ്ണ വേണ്ട, എണ്ണ ഇല്ലാത്തതുകൊണ്ട്. ആവിയിൽ വന്ന മാതിരില്ല. ഇത് ഫസ്റ്റ് യൂസ് ചെയ്യുന്ന കാര്യം കൊണ്ടായിട്ടുള്ള ഗൈസ്. ഇതിങ്ങനെ നമ്മളിനി പോകെ പോകെ നമുക്ക് പഠിക്കണം. അപ്പോൾ ശരിയാവും. പൊട്ടല്ല, പൊട്ടാതെ വാ. ഇനി മീൻ എണ്ണ ആക്കണമാ. അതേ 10 മിനിറ്റ് ആയി അതിന് പോകുമോ? ഇത് സ്പ്രേ ചെയ്യാന്ന് പറയുന്നത്. സ്പ്രേ ബാട്ടിൽ ഉണ്ട്, അതെടുക്കണം. തടവിട്ടാ പോതോ? തടവണ മസാല കയ്യിൽ വരുമോ? മണം കേട്ടാലേ തിന്നണം തോന്നുന്നേ ഗൈസ്. ഇനി ഇത് എടുത്തോട്ടാ. இப்படி இழுத்த வட்டத்தில் சொருகும். ഇപ്പൊ പഠിച്ചിട്ട് ഞാൻ ലൈറ്റ് ഓർമ്മ തരത്ത് നിങ്ങൾ കുത്തിനങ്ങോട്ട് വരുത്. കറക്റ്റാக அறுத்தணும். 10 நிமிஷம் அதே சவுண்ட் விடுன்னு நினைக்கிறேன். பார்க்கணும். செகண்டா? கடைசி நிமிஷம். கடைசி நிமிஷம். ஸ்மெல்லு பாரு, மசாலா ஸ்மெல்லு. வேகம் 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 வேகம். ഇത് എക്സ്പെരിമെന്റ് മാതിരി ആയിപ്പോச்சு. അതാ ഫസ്റ്റ് ആയതുകൊണ്ടാണ് അത്. ഇതെങ്ങനെ വരും, ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് അതൊക്കെ അറിയണമല്ലോ. അപ്പോൾ പറയുന്നത് എക്സ്പെരിമെന്റ് ആണ്. എന്തൊരു പുതിയ സാധനം വാങ്ങുമ്പോഴും ആദ്യം ഒരു എണ്ണ പാക്കണം, ട്രയൽ ചെയ്ത് പാക്കണം. താനാവേ അതിൽ ഓഫ് ആവുത്. പിന്നെ എടുക്കലാമാ? എടുക്കണം. ചൂടുണ്ടാവും. பேக் சைடுக்கு இழுக்கணும். இப்படி இருக்கணுமா இப்படி இருக்கணும்? നമ്മുടെ ഫിഷ് റെഡി ഗൈസ്. പോയുമ്പോൾ ഒരു സൈഡ് നല്ല ഗ്രില്ലിൻ്റെ മണം വരുന്നില്ല. അപ്പോൾ എണ്ണയിലിട്ടതും എണ്ണയിലില്ലാമയാവും തമ്മിൽ എത്ര വ്യത്യാസം ഇருக்கு പേര്. വെരി എടുക്കലാമാ? എണ്ണയില്ലാത്ത നമ്മുടെ ചിക്കൻ റെഡി. ചിക്കൻ അല്ല, മീന്. ഇനി അടുത്ത അറ്റംപ്റ്റ് ചിക്കനാണ്. തന്തൂരി വാങ്ങിട്ടേ കൊട്ടിയ വരുമാ? കൊട്ട മുടിയാത് പാത്രമായാലും. ആ പേപ്പർ നമ്മൾ ഉടനടിയാ എവിടുന്നേലും തപ്പിപ്പിടിച്ചല്ലെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ നമ്മളത് സെറ്റ് ആക്കൂല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. എവിടെ എണ്ണല്ല, അതാ തട്ടിൽ കൂടെ എണ്ണല്ല. അപ്പോൾ ഇതിൻ്റെ ഉണ്ടാക്കിയ മാത്രം പോരല്ലോ, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. അപ്പം ഞാൻ തന്നെ ഫസ്റ്റ് പറിച്ചെന്നാണ്.
ചൂട്, ഭയങ്കര ചൂട്. സൂപ്പർ ടേസ്റ്റ്. വയസ്സക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൽ ഒരുപാട് പേര് എണ്ണയൊക്കെ പറഞ്ഞിട്ട് വേണം ഉണ്ടാക്കാം. നമുക്ക് എണ്ണ അവോയ്ഡ് ചെയ്യണം എന്നിട്ടാണ് ഈ പരിപാടിക്ക് നിന്നത്, മീനും ഇറച്ചിയൊക്കെ പൊരിക്കണ പരിപാടിക്ക്. അപ്പോൾ ഇതെന്തായാലും ഈ ഒരു അറ്റംപ്റ്റ് സക്സസ് ആയിട്ട്, എക്സ്പെരിമെന്റ് സക്സസ് ആയില്ലേ. ഇതാ എവിടെ എണ്ണല്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ചട്ടിയിൽ നിന്ന് പൊരിച്ചിട്ട് വരുമ്പോൾ ഇതിനൊക്കെ ഫുള്ള് എണ്ണയായിരിക്കും. ഇതിലിപ്പോൾ എണ്ണല്ല. ഇനി നമുക്ക് വേറൊരു പരീക്ഷണം കൂടി ഉണ്ട്, അതെന്തായാലും ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിനെ പാത്രം ഒന്ന് കുറച്ച് ചൂടാറട്ടെ അല്ലേ. അപ്പോൾ നമ്മൾ അടുത്തത് നമ്മുടെ അറ്റംപ്റ്റ് ആണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഇന്നലെ ഈ ഒരു റിലയൻസ് മാളിൽ പോയപ്പോൾ ഇതിങ്ങനെ ഒരു കവറിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇത് കട്ട് ചെയ്താക്കണ്ടേ വേണ്ടിയിട്ട് അവിടെ ഫ്രിഡ്ജിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയിട്ട് വന്നതാണ്. ഇതെന്തായാലും ഞാൻ കഴിക്കലില്ല, എനിക്കിത് കഴിക്കാൻ പറ്റില്ല. സനാനിയാസ് വരുമ്പത്തിനും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. ഇത് വേറെ മാതിരി ഉണ്ടെന്നോ, നമ്മൾ കട്ട് പണ്ണണ ഉരുളക്കിഴങ്ങ് മൊത്തം വേണ്ടത് പറയും. എന്താ പറയും കൊഞ്ചൊക്കെ 2 പേർക്കൊക്കെ വേണമല്ലോ. ആദ്യം കുറച്ച് ഉണ്ടാക്കി നോക്കാം അല്ലേ. ആദ്യം നമുക്ക് ഇത് വെച്ചിട്ട് ആദ്യത്തെ പരീക്ഷണം ചെയ്ത് നോക്കാം. ശരിയായെങ്കിൽ അടുത്ത പരീക്ഷണം. ഇതിൽ ഉപ്പ്, മുളകും പൊടി, കുരുമുളക് പൊടി, നമുക്ക് സ്പൈസി. പിന്നെ കടപുട എണ്ണ അതിൽ കൂടുതൽ സ്പ്രേ ചെയ്ത പോലെ. മിക്സി. ഓക്കെ, ഇനി നമ്മൾ മിക്സ് ആക്കിയിട്ട് കുറച്ച് എണ്ണ നമുക്കിതിൽ മിക്സ് ആക്കിയിട്ട് തന്നെ അതിൽ വെക്കാം. ചിലപ്പോൾ ഇതിൻ്റെ അടിയിലേ പേപ്പർ മറ്റേ അതിനാണ് ആ പേപ്പറില്ലാത്ത, അതുകൊണ്ട് റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിൽ ഇടല്ലേ. ഇതിൽ ഇനി നിറയെ കൊള്ളും. ഇവിടെ ദൂരം പോകണം പോലെ ഇതല്ല. ഒരു പുറത്ത് എടുക്കുന്നതാണ് പറയുക റിസ്ക് ഉള്ള പരിപാടി. ബാക്കിയെല്ലാം ഓക്കെ. ഇപ്പോൾ വെച്ച് തിരുകണമെന്നില്ലേ പറഞ്ഞെ. ഇനി ഇതില് അത് സ്വിച്ച് ആണ്. ഇതിൽ என்ன பண்ணும், அது 150 டிகிரிலே போதும். അതിൽ ടൈം സെറ്റിംഗ് ഇങ്ങ എത്ര ടൈം ഒരു നേരം 18 ആവും. 18 നിമിഷം. ഉരുളക്കിഴങ്ങ് വേവുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് സബൂർക്കാം. അപ്പോൾ ഫ്രൈസ് തുറക്കട്ടെ. തുറക്കാൻ എന്താ ക്രിസ്പിയായി. ഇത് പൊട്ടാറ്റോ തിന്നാൻ പാടില്ല എനിക്ക്, കാരണം ടേസ്റ്റിന് മാത്രം ചെറുതോ. ടേസ്റ്റിന് വേണമെങ്കിൽ ഒന്ന് തിന്ന് നോക്കാം. കാരണം എനിക്ക് പൊട്ടാറ്റോ നോട്ട് അലൗഡ്. പൊട്ടാറ്റോ, ബീട്രൂട്ട്, അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ്, പിന്നെന്താണ് പൂളക്കിഴങ്ങ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് നോട്ട് ഔട്ടാണ്. എന്നാലും ആഗ്രഹത്തിന് ടേസ്റ്റിന് മാത്രം. ടേസ്റ്റിന് ഇതൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. തോന്നെ അന്ന് അധികമായാലാണ് അമൃതം വിഷം എന്ന് പറയുമ്പോൾ ടേസ്റ്റിന് വളരെ എക്സ്പെരിമെന്റ് സക്സസ്. അപ്പൊ നമ്മളങ്ങനെ മീൻ പൊരിച്ച് ഇത് വേവണതിന്റെ നടുവിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. പിന്നെ അതുപോലെ ഇത് വേറെ എന്തായാലും സെക്കൻഡ് സമയം കൊണ്ട്, ആ സെക്കൻഡ് കൊണ്ട് നമ്മൾ തിന്നു. അതിനാണ് ചോറുന്നല് കഴിഞ്ഞിട്ട് ഇത് സൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ എന്തായാലും പുതിയ എപ്പോഴും ഒരേമാതിരി ഒന്നുമില്ല. എപ്പോഴെങ്കിലൊക്കെ വ്യത്യാസമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതോ കേക്ക് ഒരുപാട് കേക്ക് ഉണ്ടാക്കി വെക്കണം. അല്ലെ എങ്ങനെയാണ് കേക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ആ പാത്രം വേണമെന്നുണ്ട്, കപ്പ് മാതിരി. അപ്പൊ അതൊക്കെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. ഇതേമാതിരി ഇതിലുള്ള റെസിപ്പി ഒക്കെ വേണമെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും പോയി
സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.